നമ്മൾ എത്ര മിടുക്കരാണ്, നമുക്ക് എത്ര കണ്ട് കഴിവുകളുണ്ട് എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലൈഫ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ വളരെ പ്രധാനമായ ആധുനിക കാലത്തെ ഒരു ആവശ്യമാണ് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. നിരന്തരമായി വളർന്ന് എനിക്ക് എൻ്റെ ജീവിതത്തെ അതിജീവിക്കാൻ, എൻ്റെ ജീവിതത്തെ വിജയത്തിലെത്തിക്കാൻ, എൻ്റെ ജീവിതത്തെ പുരോഗമനത്തിലെത്തിക്കാൻ എനിക്ക് കഴിയുമെന്നുള്ള ഒരു ചിന്താശേഷിയാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്നുള്ളൊരു ചിന്തയാണ്. ആ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അതിനെ നമുക്ക് എങ്ങനെ വളർത്തിക്കൊണ്ടുവരാം, അതിലൂടെ നമുക്ക് എങ്ങനെ വിജയം വരിക്കാം, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. ഏത് ഫീൽഡിലും ഒരു എക്സ്പേർട്ട് ആകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആവശ്യമാണ്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന പ്രധാനമായും എന്താണെന്ന് ചോദിച്ചാൽ, നിരന്തരമായ പ്രവർത്തനങ്ങൾ കൊണ്ട്, നിരന്തരമായ പഠനങ്ങൾ കൊണ്ട്, പരിശീലനങ്ങൾ കൊണ്ട് നമുക്ക് നമ്മളെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ചിന്തയാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റാണ്. ഞാനിങ്ങനെയൊക്കെയാണ്, എനിക്കിങ്ങനെയൊക്കെ പറ്റുള്ളൂ, പിന്നെ എല്ലാം എനിക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ട് വിജയിക്കാത്തതാണ്, അല്ലെങ്കിൽ കാലം മോശമായതുകൊണ്ട് വിജയിക്കാത്തതാണ്, അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ സിസ്റ്റം ശരിയല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് ഈ ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ളത്. ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വരുമ്പോൾ, നമുക്ക് കുറേ കൂടെ മുന്നേറണമെന്ന് ആഗ്രഹം വരുമ്പോൾ നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. മറ്റുള്ള ഒന്നിനെയും ക്രിട്ടിസൈസ് ചെയ്യല്ല, നമ്മളെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ്, നമ്മളെ തന്നെ അനലൈസ് ചെയ്യുകയാണ്, നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്യാനായിട്ട് എഫേർട്ടുകൾ ഇടുകയാണ്. ഇതാണ് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റാണ് ഈ കാലഘട്ടത്തിൽ ആവശ്യം. കാരണം എല്ലാ ആൾക്കാർക്കും വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എല്ലാവർക്കും വലിയ അത്ഭുതങ്ങൾ കാണിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അതൊന്നും നമുക്ക് മോട്ടിവേഷണൽ സ്പീച്ചിലൊക്കെ നമ്മൾ കേൾക്കുന്ന 17 വയസ്സിൽ CEO ആയി, 22 വയസ്സിൽ അതായി എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു എക്സെപ്ഷണലായിട്ടുള്ള ചില മനുഷ്യരാണ്. അവർക്കൊക്കെ വലിയ ടാലൻറ്റുകളും എക്സെപ്ഷണലായിട്ടുള്ള ക്വാളിറ്റീസും ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അവരെന്തെങ്കിലും മേഖലയിൽ വളരെ ചെറിയ പ്രായത്തിലെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടാകും. പക്ഷെ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു എക്സ്പേർട്ടായി തീരണമെന്നുണ്ടെങ്കിൽ കുറേ വർഷത്തെ എഫേർട്ടുകൾ ആവശ്യമാണ്. നിരന്തരമായ അത്ര എഫേർട്ടുകൾ ഇടുന്ന ആൾക്കാർക്ക് ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, അവർ നിലനിൽക്കും. അവരെ ഒരിക്കലും അത്ര ഈസി ആയിട്ട് ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ നിലനിൽക്കുന്ന ഒരു സസ്റ്റെയിനബിൾ ഒരു എൻറ്റിറ്റി ആയിട്ട് നിങ്ങൾക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളിൽ ഉണ്ടാവേണ്ട ഒരു വലിയ ക്വാളിറ്റിയാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഒന്നാമത് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റലിജൻസ് എബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും എന്നുള്ള വിശ്വാസമാണ്. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഇപ്പോൾ കണക്കിന് ഭയങ്കര പ്രയാസമുള്ളൊരു കുട്ടിയാണ്, എന്നാലും എനിക്ക് കണക്ക് വേണ്ട ഒരു മേഖലയിലാണ് പോകേണ്ടത്. അതിനുവേണ്ടി ഞാൻ എക്സ്ട്രാ എഫേർട്ടുകൾ ഇടുന്നു. പലതരത്തിലുള്ള ആൾക്കാരുടെ അടുത്ത് പോകുന്നു. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞത്, ഞാൻ ആ ഒരു പർട്ടിക്കുലർ സാറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തിന് വളരെ സിമ്പിളായിട്ട് എനിക്ക് കണക്ക് പറഞ്ഞു തരാൻ പറ്റി. ആ മെത്തേഡ് മാറിയപ്പോൾ, എന്നോടുള്ള ഞാൻ പഠിക്കുന്ന രീതി മാറിയപ്പോൾ എനിക്ക് കണക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചു. ചില ഭാഷകൾ പഠിക്കുന്നു. ഇപ്പോൾ വിദേശത്തേക്ക് പോകാനായിട്ട് IELTS പരീക്ഷ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവർക്ക് ഇംഗ്ലീഷ് ഭയങ്കര ഒരു ബാലികറാമലയാണ്. എന്നാൽ ചില നിരന്തരമായി എഫേർട്ട് ഇടുമ്പോൾ, നിരന്തരമായി അവർ അന്വേഷിക്കുമ്പോൾ, നിരന്തരമായി അവർ അതിനുള്ള പരിശ്രമങ്ങൾ നടത്തുമ്പോൾ എവിടെയെങ്കിലും അതിന് പറ്റിയ ഒരു സാഹചര്യം ഉണ്ടാവുകയും അവരവസാനം അതിനെ ഓവർകം ചെയ്യുകയും ചെയ്തിട്ടുള്ള ധാരാളം ആൾക്കാരെ നമുക്കറിയാം. അങ്ങനെ വളരെ എക്സെപ്ഷണലായിട്ട് ഇംഗ്ലീഷ് പറയുന്ന ആൾക്കാരായി മാറിയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം ആണ് ഇത് സംഭവിച്ചത്. ഒറ്റയടിക്ക് അത് സംഭവിക്കത്തില്ല. എന്തൊരു കാര്യവും നമുക്ക് കഠിനമായിട്ടുള്ള, അല്ലെ നമ്മുടെ ജോലിയിൽ നമുക്ക് കഠിനമായിട്ടുള്ള, ചില ആൾക്കാർക്ക് ഡിജിറ്റലായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല, ജോലിയിലെ വലിയൊരു തടസ്സമാണ്. ചിലർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറവാണ്. ചിലർ ഈ ക്ലറിക്കൽ ജോലിയിലൊക്കെ ഇരുന്നിട്ട് പെട്ടെന്നൊരു അഡ്മിനിസ്ട്രേറ്റീവ് ജോലിയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ടീച്ചിങ്ങിൽ മാത്രം ഇരുന്നിട്ട് പെട്ടെന്നൊരു പ്രിൻസിപ്പലാകുമ്പോൾ ഒക്കെ ഇതുപോലുള്ള തടസ്സങ്ങൾ വരാം. അപ്പോൾ അവിടെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ, എന്താണ് എനിക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയ തടസ്സം, എങ്ങനെ അതിനെ മറികടക്കാം, അതിനുവേണ്ടി ഞാൻ നിരന്തരമായി എൻ്റെ ബുദ്ധിപരമായ കാര്യങ്ങളിൽ, ചിന്താശേഷിയിൽ, പ്രവർത്തന മികവിലൊക്കെ എങ്ങനെ എനിക്ക് കുറച്ചുകൂടെ ഇമ്പാക്ട്ഫുൾ ആകാം, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ജീവിതത്തിൽ, അങ്ങനെയുള്ളവർക്ക് ഇനി സാധ്യതകളുള്ളൂ. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു കംഫർട്ട് സോണിൽ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇനി വലിയ സാധ്യതകളൊന്നുമില്ല. കാരണം നമ്മുടെ ആ കംഫർട്ട് സോണൊന്നും ഇനി നിലനിൽക്കാൻ പോകുന്നില്ല. അപ്പോൾ പുതിയ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്കൊരു ചിന്തയുണ്ട്, ഇറ്റ് ഈസ് പോസിബിൾ
നമുക്ക് ഡെവലപ്മെൻറ്റ് പോസിബിൾ ആണ് എന്നുള്ള ചിന്തയുള്ളവരാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. അതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അതുപോലെ അത്തരം ആൾക്കാർ വെല്ലുവിളികൾ സ്വീകരിക്കുക. അവരെ സംബന്ധിച്ച് അവർക്ക് ചലഞ്ചസ് എന്ന് പറയുന്നതിന് ഓപ്പർച്യൂണിറ്റീസാണ്. വെല്ലുവിളികൾ വരുമ്പോൾ പേടിക്കുന്നില്ല. ഏത് വെല്ലുവിളി വരുമ്പോൾ, ഒരു ജോലി നഷ്ടപ്പെടുമ്പോഴാണെങ്കിലും, അല്ലെങ്കിൽ ഒരു പരീക്ഷ തോക്കുമ്പോഴാണെങ്കിലും, നമ്മൾ അന്വേഷിക്കുന്നത് കിട്ടാതെ വരുമ്പോഴും, നിരസിക്കപ്പെടുമ്പോഴും, അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുമ്പോഴും ഒക്കെ അവർ നിരന്തരമായി പരിശീലനം നടത്തിക്കൊണ്ടേയിരിക്കും. അവരവരുടെ പരിപാടികളൊന്നും നിർത്തുന്നില്ല. അവരുടെ എഫേർട്ടുകൾ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത്തരം വിജയങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് നിരന്തരമായി പരാജയപ്പെട്ട ആൾ ആ പരിശീലനങ്ങൾ നിർത്തിയില്ല. അദ്ദേഹം അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന് ഏജ് ഓവറായി പരീക്ഷ ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും തീർന്നു. പക്ഷേ അതിൻ്റെ ഗുണം എന്നാന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു സിവിൽ സർവീസ് കോച്ചായി മാറി. അപ്പോൾ നല്ല കളിക്കാർ ചാമ്പ്യന്മാരാകുകയും ചില ആൾക്കാർ തോറ്റ് നല്ല കോച്ചുകളാകുകയും ചെയ്യാറുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ അവരുടെ പരിശ്രമങ്ങൾ അവിടെ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഫെയിലിയേഴ്സ് ടെമ്പററി ആണെന്ന് അവർക്കറിയാം. അവർ എഫേർട്ട് തുടർന്നുകൊണ്ടേയിരിക്കും. ഫെയിലിയർ ടെമ്പററിയാണ്. ഫെയിലിയർ ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല. അല്ലെ, ഫെയിലിയർ എന്ന് പറയുന്നത് ഞാനല്ല, അതൊരു വിഷയം മാത്രമാണ്. ആ വിഷയത്തെ എനിക്ക് മറികടക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നവരാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളത്. അതുപോലെ വളരെ പ്രധാനമാണ് ഈ എഫേർട്ടുകൾ ഇടുന്തോറും നമ്മളൊരു മാസ്റ്ററി കൈവരിക്കുക എന്നുള്ള ചിന്ത. എഫേർട്ടുകൾ തുടരുമ്പോൾ നമ്മൾ മാസ്റ്ററായി മാറും. കരിയർ എന്ന് പറയുന്നത് തന്നെ ഒരു എക്സ്പേർട്ടൈസാണ്. നമുക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു കരിയർ നേടണമെന്നുണ്ടെങ്കിൽ അതിനൊരു എക്സ്പേർട്ടൈസ് നേടിയെടുക്കുമ്പോഴാണ് നമ്മളൊരു എക്സലൻ്റ് ആളായിട്ട് മാറുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ അവിടെ കറക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ ഇന്നലെ എന്നെ കാണാൻ വന്ന ഒരാളാണ്. അദ്ദേഹം എനിക്കൊരു മേഖലയിൽ ഒരു ബിസിനസ്സിന് വേണ്ടി ഞാൻ അയാളെ വിളിച്ചു വരുത്തിയതാണ്. ആളിനൊരു ബിസിനസ് കൊടുക്കാൻ വേണ്ടിയാണ് വിളിച്ചു വരുത്തിയത്. പക്ഷേ അദ്ദേഹം എന്നെ 45 മിനിറ്റാണ് വെയിറ്റ് ചെയ്യിപ്പിച്ചത്. അങ്ങനെ ഒരാളോട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഏറ്റവും പ്രധാനമായ കാര്യമാണ്. എന്നെ സംബന്ധിച്ച് എന്നെ ടൈമിൽ വന്ന് കാണുന്ന ഒരാളിനാണ് ഞാൻ ബിസിനസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഓവർകം ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഭാവിയിൽ ഒരുപാട് ബിസിനസ്സുകൾ നഷ്ടപ്പെടും. കാരണം സമയത്തിന് വാല്യൂ കൊടുക്കുന്ന ആൾക്കാരുടെ ബിസിനസ്സുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഞാൻ ഒരു മെഡിക്കൽ ചെക്കപ്പിന് പോയപ്പോൾ എന്നെ ഡയഗ്നോസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഡോക്ടർ ഫോണിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു കോൾ എടുത്ത് സംസാരിക്കുന്നു. വളരെ മോശമായി തോന്നി. അദ്ദേഹം ഒരു കാർഡിയോളജിസ്റ്റാണ്. എനിക്ക് ചിരി വന്നു. ഒരു കാലത്തൊക്കെ ഒരു കാർഡിയോളജിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ പോലെ കണ്ടിരുന്നവരാണ്. കാരണം അത് വെറും ഒരു നോളജ് മാത്രമല്ല, ചില ആറ്റിറ്റ്യൂഡുകളും ചില കൾച്ചറും ചില ഡിഗ്നിറ്റിയും ഒക്കെ ചേരുന്നതാണ് ആ ഒരു സ്പെഷ്യലൈസ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഒരു പ്രൊഫഷണൽ ആവണം. ഒരു ഡോക്ടറായ കുറേ ഡിഗ്രികൾ എടുത്തു വെച്ചാൽ ഒരു ഡോക്ടറാവില്ല. അതുകൊണ്ട് തന്നെ അതേ സ്ഥലത്ത് അദ്ദേഹം എന്നെ ഒരു ടെസ്റ്റിന് വിട്ടപ്പോൾ ആ ടെസ്റ്റ് ചെയ്യുന്ന ആളും എന്നെ കിടത്തി ടെസ്റ്റ് ചെയ്യുന്നതിനിടയിൽ ഫോണിൽ ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ആരാണ് ഇതിനെ നയിക്കുന്നത്? അതേ നിലവാരത്തിൽ തന്നെയാണ് താഴെയുള്ളവരും ഉള്ളത്. വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ആ ഹോസ്പിറ്റലിൻ്റെ റെപ്യൂട്ടേഷൻ ഇതുപോലുള്ള നാലാം കൂലികൾ ഇല്ലാതാക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്കൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് വേണം. നല്ല നല്ല കാര്യങ്ങൾ പഠിച്ച് മുന്നേറാനായിട്ട് ശ്രമിക്കുക. ക്രിറ്റിസിസം പോസിറ്റീവായിട്ട് എടുക്കണം. ഒരാൾ ഇപ്പോൾ ഞാൻ ആ കാർഡിയോളജിസ്റ്റിനോടത് പറഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം ഇപ്പോഴത്തെ ഡോക്ടർമാരിൽ പലരും ഒരു ക്രിറ്റിസിസം ഒന്നും പോസിറ്റീവായിട്ട് എടുക്കാൻ കഴിവുള്ളവരല്ല. ആരെങ്കിലും പ്രായമുള്ളവരോ വിവരമുള്ളവരോ ഒരു കാര്യം പറഞ്ഞാൽ അതൊക്കെ ഭയങ്കരമായി അതെന്താണ് പറഞ്ഞത്, അതിന് മെറിറ്റ് എന്താണ്, അതിനകത്ത് തെറ്റുള്ള ഭാഗം ഏതാണ്, അതിനകത്ത് ശരിയുള്ള ഭാഗം ഏതാണ്, നമുക്ക് സ്വീകരിക്കേണ്ടത് ഏതാണ്. അധ്യാപകർ നമ്മളെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ, സർക്കാരിനെ ഒരാൾ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ആൾ പറഞ്ഞതിനകത്തെ മെറിറ്റ് എന്താണ് അതെടുക്കുക. ആ ക്രിറ്റിസിസത്തിലെ മെറിറ്റ്, പോസിറ്റീവ് ആസ്പെക്റ്റ് എടുക്കാൻ കഴിയാത്തവൻ ഒരു കാലത്തും വളരില്ല. അവൻ അജ്ഞാനനായി ഇരിക്കത്തേ ഉള്ളൂ, ഒരിക്കലും വളരാൻ സാധ്യതയില്ല. നമ്മളെ ആരെങ്കിലും നമ്മുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അത് ഉടനെ അവർക്കൊരു താങ്ക്സ് കൊടുക്കണം. ഞാൻ പോസ്റ്റുകളൊക്കെ സ്ഥിരമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുന്ന ആളാണ്. ചിലപ്പോഴൊക്കെ അത് എഴുതുമ്പോൾ തന്നെ എനിക്ക് അതിൽ വ്യാകരണ തെറ്റുകളായാലും അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയാലും എന്ത് കാര്യം ഉണ്ടെങ്കിലും എനിക്ക് ഉടൻ തന്നെ ചൂണ്ടിക്കാണിച്ചു തരുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാൻ ഉടൻ തന്നെ അവർക്കൊരു താങ്ക്സ് പറയാറുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാനൊരു എഴുത്തുകാരനൊന്നുമല്ല, നിവർത്തി കേടുകൊണ്ട് എഴുതുകയാണ്. കാരണം ഇത് എഴുതണമല്ലോ.
പക്ഷേ അതിനുള്ള ഭാഷയോ അതിനുള്ള ഭാഷാ സൗന്ദര്യമോ അതൊന്നുമില്ല. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് എന്താ ഒരു പുസ്തകം എഴുതാത്തത്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പുസ്തകം എഴുതാനുള്ള കരുത്ത് ആർജിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെന്തെങ്കിലും ഉണ്ടായാലും എഴുതാം. പക്ഷെ നിരന്തരമായി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എഴുതി അതിനുള്ള പരിശീലനം നേടുക. ആ സമയത്ത് തന്നെ എനിക്ക് തെറ്റ് തിരുത്തി തരുന്നവരൊക്കെ എനിക്ക് വലിയ ഗുണമാണ് ചെയ്യുന്നത്. അവരോട് ഞാൻ എപ്പോഴും നന്ദിയുള്ളവരാണ്. ക്രിറ്റിസിസത്തിനെ സ്വീകരിക്കാൻ പഠിക്കണം. ഇന്നത്തെ ചെറുപ്പത്തിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പം ഒരു ക്രിറ്റിസിസവും സ്വീകരിക്കാൻ വയ്യ. ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം ക്രിറ്റിസിസത്തോടുള്ള അസഹിഷ്ണുതയാണ്. അങ്ങനെയുള്ളവരെ എങ്ങനെ ഇല്ലാതാക്കാം? നല്ലത് സ്വീകരിക്കാൻ, അതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റിൻ്റെ ഒരു കാർഡിനൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ വളരെ പ്രധാനമാണ് മികച്ച ആൾക്കാരിൽ നിന്ന്, വിജയിച്ച ആൾക്കാരിൽ നിന്ന്, വളരെ ഇഫക്റ്റീവായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് പഠിക്കുക. എപ്പോഴും നമുക്കൊരു മെൻറ്റർ എന്ന് പറഞ്ഞാൽ എൻ്റെ പല മെൻറ്റേഴ്സും ഞാൻ അവരുടെ ശിഷ്യനൊന്നുമല്ല, അവരറിയാതെ ഞാൻ അവരെ പഠിക്കുകയാണ്. ചില ആൾക്കാരെയൊക്കെ നമ്മളിങ്ങനെ നോക്കി പഠിക്കുകയാണ്. എന്ത് ഇഫക്റ്റീവാണ് അവർ, എന്ത് എക്സെപ്ഷണലാണ് അവർ, അവരുടെ ചിന്താശേഷി, അവരുടെ വിശകലന ശേഷി. കഴിഞ്ഞ ദിവസം എൻ്റെ മകൻ തന്നെ പറഞ്ഞു, ആ പുള്ളിയുടെ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. ശരിയാണ്, എന്തെല്ലാം പുതിയ കാര്യങ്ങളാണ് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കുക. പക്ഷേ അതിൻ്റെ പോലും താഴെ വന്ന് വളരെ വൃത്തികെട്ട കാര്യങ്ങൾ എഴുതുന്ന ധാരാളം ആൾക്കാരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. കാരണം നമ്മുടെ മതവിശ്വാസത്തിനും ഒന്നും ചേരാത്ത ചില കാര്യങ്ങളായിരിക്കും അദ്ദേഹം സയൻറ്റിഫിക്കായിട്ട് പറയുന്നത്. വൈശാഖൻ തമ്പി എന്ന് പറയുന്ന ഒരു കോളേജ് അധ്യാപകനാണ്, വളരെ ഉന്നതനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ ഞാനിങ്ങനെ നടക്കാൻ പോകുമ്പോൾ കേൾക്കും. എൻ്റെ മകൻ എന്നോട് പറയും, ഞാനത് എപ്പോഴും കേൾക്കുന്നതാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം വളരെ ചെറുപ്പക്കാരനായ ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ നിന്നൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ഒരു ലെവലുള്ള ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം. ഇത്ര ഉന്നതനായ അധ്യാപകൻ. എൻ്റെ മോൻ വീണ്ടും അടുത്തത് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെയൊക്കെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളുടെ ഭാഗ്യം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അവരെല്ലാം പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ സ്വീകരിക്കാൻ കഴിയുന്നതായിരിക്കണമെന്നില്ല. അപ്പോൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ അവരൊക്കെ പറയുന്നതിലുണ്ടെങ്കിൽ അത് നമുക്ക് എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? അപ്പോൾ മികച്ച ആൾക്കാർ, മികച്ച ബിസിനസ്സുകാരിൽ നിന്ന്, മികച്ച പൊളിറ്റിക്കൽ ലീഡേഴ്സിൽ നിന്ന്, മികച്ച സാമൂഹ്യ പ്രവർത്തകരിൽ നിന്ന്, മികച്ച അധ്യാപകരിൽ നിന്ന്, എന്തിന് നമ്മുടെ സമൂഹത്തിൽ സാധാരണ നമ്മൾ കാണുന്ന ഏതൊരു വ്യക്തിയിൽ നിന്നും നമുക്ക് പലതും പഠിക്കാനുണ്ട്. അത് നമുക്ക് എന്തുകൊണ്ട് പഠിച്ചു? ഇതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും ഒരു ഇൻക്രീസ്ഡ് മോട്ടിവേഷനാണ്. നമുക്ക് ഇതൊരു പ്രേരണയാണ്, ഒരു ഉൾപ്രേരണയാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. എനിക്ക് വളരാൻ സാധിക്കും, എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും, എനിക്ക് വേറെ ലെവലിലെത്താൻ സാധിക്കും, എനിക്ക് കുറച്ചുകൂടെ എന്നെ ഒരു ബെറ്റർ വേർഷൻ ആക്കണം. നിരന്തരമായി ഞാൻ എന്നിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, എൻ്റെ എഫേർട്ടുകളെ എന്നിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഒരുപാട് നമുക്ക് ജീവിതത്തിൽ മാറാനായിട്ട് സാധിക്കും. കുറേ പുസ്തകങ്ങൾ വായിച്ചാൽ തന്നെ നമുക്ക് വലിയ മാറ്റങ്ങളുണ്ടാകും. കുറേ പ്രഭാഷണങ്ങൾ കേട്ടാൽ തന്നെ നമുക്ക് വലിയ മാറ്റങ്ങളുണ്ടാകും. ആ കേൾക്കുന്നതെല്ലാം നമുക്ക് വേണ്ടതായിരിക്കില്ല. അല്ലെങ്കിൽ നമ്മുടെ മേഖലയിൽ തന്നെയുള്ള കാര്യങ്ങൾ തന്നെ കേൾക്കണമെന്നുമില്ല. വേറൊരു മേഖലയിലെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ പോലും അതിൽ നിന്ന് നമുക്ക് പലതും ലഭിക്കും. അതാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ ദിവസം ഇപ്പോൾ കേരള ഗവൺമെൻറ്റുമായിട്ട് വളരെ പ്രശ്നത്തിലിരിക്കുന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് കണ്ടു. അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ, പുതിയ ആശയങ്ങൾ, പുതിയ ചിന്തകളൊക്കെ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ എന്തെല്ലാം തരത്തിലുള്ള റീഫോംസ് കൊണ്ടുവരാമെന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതിലൊക്കെ വലിയ നല്ല ഒത്തിരി കാര്യങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും സാധിച്ചു. അങ്ങനെയൊക്കെ ഉള്ളവരിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാം. വിജയിച്ച ആൾക്കാർ, ലോകത്ത് ഇഫക്റ്റീവായി നിൽക്കുന്നവർ, ഇപ്പോൾ ഈ തോറ്റുപോയവരെല്ലാം തോറ്റുപോയവരല്ല. ചില തോൽവികളൊക്കെ വലിയ വിജയമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ തന്നെ ഒരു ഡോക്ടർ, അദ്ദേഹം മറ്റെല്ലാവരും നിശബ്ദനായിട്ടിരുന്നപ്പോൾ അദ്ദേഹം ആ സിസ്റ്റത്തിനെതിരെ, അതിൻ്റെ പോരായ്മകൾക്കെതിരെ, അത് പാവപ്പെട്ട രോഗികൾക്കുണ്ടാക്കുന്ന ദുരന്തത്തിനെതിരെ അദ്ദേഹം അത് പറയുമ്പോൾ അവിടെ അദ്ദേഹത്തിന് ശിക്ഷണ നടപടിയെടുത്തു എന്നും പറഞ്ഞ് അദ്ദേഹം വിജയിച്ച ആളാണ്. അദ്ദേഹം ഹീറോയാണ്. കാരണം എല്ലാവരും നിശബ്ദരായിരുന്നിടത്ത് അദ്ദേഹം ശബ്ദം ഉയർത്തി. അദ്ദേഹം ഒരു ഹീറോയാണ്. അങ്ങനെയൊക്കെ ഉള്ളവരിൽ നിന്ന് നമുക്ക് പഠിക്കാം. 10 പേരങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരവസ്ഥ ഉണ്ടാവുമോ നമ്മുടെ ഈ സിസ്റ്റത്തിനൊക്കെ? ഒരുപാട് പേര് മിണ്ടാതിരുന്നതിൻ്റെ ഫലമാണ് ആ മനുഷ്യൻ്റെ ശബ്ദം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവരെ അവരൊക്കെ നമുക്കൊരു മോട്ടിവേഷനാണ്. അവരിൽ നിന്ന്, അങ്ങനെയുള്ളവരിലെല്ലാം നമുക്കൊരു ഇൻക്രീസ്ഡ് പോസിറ്റിവിറ്റി, എല്ലാത്തിനും പോസിറ്റീവായിട്ട് കാണാം. വിമർശിക്കുന്നവരെല്ലാം മോശമായിട്ട് കാണണ്ട, നമുക്കെതിരെ പറയുന്നവരെയൊന്നും മോശമായിട്ട് കാണണ്ട. അപ്പോൾ ആ ഒരു പോസിറ്റീവായിട്ട് കാര്യങ്ങളെ എടുക്കാൻ, കാത്തിരിക്കാനുള്ള കഴിവ്. എന്തെങ്കിലുമൊക്കെ വിജയിക്കണമെങ്കിൽ കുറച്ച് കാത്തിരിക്കേണ്ടി വരും. പെട്ടെന്നൊന്നും എല്ലാം നമുക്ക് ലഭിച്ചു എന്ന് വരില്ല.
നമ്മുടെ ലേണിംഗ് നിരന്തരമായി നമ്മുടെ പഠനങ്ങൾ കൂട്ടിക്കൊണ്ടേയിരിക്കുക, നമ്മുടെ പെർഫോമൻസുകൾ കൂട്ടുക, നമ്മുടെ ആപ്ലിക്കേഷൻ കൂട്ടുക. പഠിച്ച ഉടൻ തന്നെ നമുക്ക് വലിയ ജോലിയിലൊന്നും എത്താൻ പറ്റില്ല. അതിനുവേണ്ടി ഇൻറ്റേൺഷിപ്പും ട്രെയിനിങ്ങും ഒക്കെ ആവശ്യമാണ്. പല ചെറിയ ജോലികളും ചെയ്താണ് ചിലപ്പോൾ വലിയ ജോലിയിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ അതിന് നിരന്തരമായ പ്രവർത്തനങ്ങൾ നമുക്ക് ആവശ്യമാണ്. അപ്പം അങ്ങനെ വിട്ടുകൊടുക്കാതെ, ഗിവപ്പ് ചെയ്യാതെ നിരന്തരമായി പരിശീലിക്കാനും സഫർ ചെയ്യാനും ആ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനും ഒക്കെ കഴിയുന്നവരാണ് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവർ. ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. തോൽവി എന്ന് പറഞ്ഞൊരു മനുഷ്യനില്ല. തോൽവി എന്ന് പറയുന്നത് നമ്മൾ അതിനെ കാണുന്ന കാഴ്ചപ്പാട് മാറ്റിയാൽ മതി. അതൊരു ടെമ്പററി ഇവൻ്റാണ്. നിരന്തരമായി നമ്മൾ പരിശ്രമിച്ചാൽ അതിനെ നമുക്ക് അതിജീവിക്കാനായിട്ട് കഴിയും. അല്ലെങ്കിൽ അവിടെ നിന്ന് വിട്ടുപോയി വേറൊരു രംഗത്ത് നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. എല്ലാവർക്കും വിജയിക്കാൻ കഴിയും, എല്ലാവർക്കും ഉയരാൻ കഴിയും, എല്ലാവർക്കും അതിജീവിക്കാൻ കഴിയും. പക്ഷെ നമ്മുടെ മൈൻഡ് സെറ്റിലാണ് മാറ്റം വരേണ്ടത്. ആ ഫിക്സഡ് മൈൻഡ് സെറ്റ് വെച്ചുകൊണ്ട് നമുക്ക് ഒരിടത്തും വിജയിക്കാനായിട്ട് സാധിക്കില്ല. കുട്ടികളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് പഠനത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കരിയറിലും ഒക്കെ നമുക്ക് വിജയിക്കാൻ സാധിക്കും. പക്ഷെ നിരന്തരമായ എഫേർട്ട് ഇടാൻ, നിരന്തരമായി പഠിക്കാൻ, മറ്റുള്ളവർ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ. പല കാര്യങ്ങളും അവർ പറയുന്ന കാര്യങ്ങളിനകത്ത് ഒത്തിരി ജ്ഞാനമുണ്ട്. നമ്മൾ ഗൂഗിളിൽ തപ്പിയിട്ട് അതെല്ലാം ആധുനിക കാലത്ത് അതൊന്നും ഫിറ്റല്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെയാണ് അപകടം. ഒരുപാട് ജ്ഞാനമുണ്ട്. ഇപ്പോൾ തന്നെ രാത്രിയിൽ പ്രോപ്പറായിട്ട് ഉറങ്ങാത്ത കുട്ടികളുണ്ട്. അവരോട് ഉറങ്ങാൻ പറഞ്ഞാൽ ഉറങ്ങുന്നില്ല. പക്ഷേ അവരുടെ ജീവിതത്തിലെ എഫിഷ്യൻസി വളരെ കുറവാണ്. ഉറക്കമെന്ന് പറയുന്നത് വലിയൊരു ഡാമേജ് കളെല്ലാം, നമ്മുടെ ശരീരത്തിലെ ഡാമേജുകളെല്ലാം മാറ്റുന്ന ആ ഉറക്ക സമയത്താണ്. നമ്മുടെ ബുദ്ധി പ്രോപ്പറാകുന്നത്, നമ്മുടെ ചിന്ത പ്രോപ്പറാകുന്നത്, നമ്മുടെ മാനസികാരോഗ്യം പ്രോപ്പറാകുന്നത്, നമ്മുടെ ഇമോഷൻസ് പ്രോപ്പറാകുന്നതൊക്കെ നല്ല ഉറക്ക സമയത്താണ്. ഉറക്കത്തിന് വലിയ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. പക്ഷെ ഇന്ന് പല കുട്ടികൾക്കും പ്രോപ്പറായിട്ട് ഉറക്കമില്ല. അപ്പോൾ സമയം തുറങ്ങുന്നത് പോലും വലിയൊരു കാര്യമാണ്. അതൊക്കെ ആധുനിക ലോകത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ അതിനോട് തർക്കിക്കാൻ നിന്നാൽ നമ്മുടെ ജീവിതത്തിന് ചിലപ്പോൾ നിലവാരം കുറഞ്ഞു പോകും. അപ്പോൾ നല്ല കാര്യങ്ങൾ ആര് പറഞ്ഞു തന്നാലും സ്വീകരിക്കാൻ തയ്യാറാകുക. സ്വീകരിക്കേണ്ടത് മാത്രം സ്വീകരിക്കുക. എല്ലാത്തിനോടും അടച്ചു നിൽക്കുന്ന ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റ് ഈസ് എ ട്രാജഡി.